നോർത്ത് ഇന്ത്യൻ ചാപ്രി സ്റ്റോറി 2ന്റെ ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഇന്നലെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. The name of the movie is Kerala Story 2, but there is no victim from Kerala. The name of the movie is Kerala Story 2, but there is no victim from Kerala. അല്ല, ഈ പറഞ്ഞതിൽ 37 എണ്ണത്തിനെ കൊണ്ട് ഇരുത്തിയതിൽ എവിടെ ആ മലയാളി എന്ന് ചോദിച്ചു. ഏത് ബീഫ് വായിലോട്ട് കുത്തിക്കയറ്റി അണ്ണാക്ക് കുടുങ്ങി ചാവാൻ പോയിട്ടുള്ള ആ പറഞ്ഞ പീസ് എവിടെയെന്ന് ചോദിച്ച സമയത്ത് നോക്കുമ്പം ഈ കൂട്ടത്തിൽ ഒരു മലയാളി പോലും ഇല്ല. അപ്പൊ പിന്നെ കേരള സ്റ്റോറി 2 കൊണ്ട് ഇരുത്തിയതൊക്കെ നല്ല ബംഗാളികളി. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഡയറക്ടറിനെ അങ്ങോട്ട് പൊള്ളി. ഡയറക്ടർ അങ്ങ് വെകിളി കൊണ്ടു. ആ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ വന്ന് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് കേരള സ്റ്റോറി അല്ല, കേരള സ്റ്റോറി പോലത്തെ ഒരു സ്റ്റോറിയാണ്, ഇതിൽ കേരളത്തിലുള്ള ആൾക്കാരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓ അത് ശരി, ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. എടാ പോടാ, നിർത്തിപ്പോടാ. അതെന്ത് പരിപാടിയാണ്? പിന്നെ എന്നാ കേരള സ്റ്റോറി എന്ന് പേരിടണോ? ഇതൊരുമാതിരി ഊളത്തരും ചെറ്റത്തരും അല്ലെ ചെറ്റകളെയും ചോദിച്ച സമയം കൊണ്ട് ഈ ചെറ്റകൾ അവിടെ കിടന്ന് അങ്ങോട്ട് മെഴുകാൻ തുടങ്ങി. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. In Supreme Court, the center's report was there is no love jihad. സുപ്രീം കോടതി തന്നെ ലവ് ജിഹാദ് ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ച സമയത്ത് സടകുടഞ്ഞ് ചാടി എഴുന്നേറ്റ് മെഴുകലിൽ നിന്നും ഈ പറഞ്ഞ പ്രൊഡ്യൂസറും അതുപോലെ ഡയറക്ടറും എന്ന് പറഞ്ഞു, സുപ്രീം കോടതിയിൽ ഇല്ല, എന്താ അസംബ്ലിയിൽ ഇല്ലെന്ന്. അവര് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം, കാര്യം നമ്മൾ അത്ര മണ്ടന്മാരായതുകൊണ്ട് അത് വിശ്വസിക്കാതിരിക്കും. അല്ല, അങ്ങനെ ഒരു അസംബ്ലി തന്നെ ആയിരുന്നല്ലോ 2018 സമയങ്ങളിൽ അമിത്ഷയുടെ അന്നത്തെ ഡെപ്യൂട്ടി ആയിട്ടുള്ള കിഷൻ റെഡ്ഡി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒന്നുമില്ല, ലവ് മാത്രമേ ഉള്ളൂ, ജിഹാദ് ഒന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ മറുപടി ഉത്തരങ്ങൾ ഒന്നുമില്ല. എന്താ ഉറക്കം വരുന്നു. ഇനി അതൊന്നും അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി പണ്ടെങ്ങോ നിയമസഭയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, അതെങ്ങനെ ശരിയാവും? അതിനെപ്പറ്റിയുള്ള തെളിവുകൾ കൂടുതൽ ചോദിച്ച സമയത്ത് എന്താ ഉണ്ടായതെന്ന് അറിയോ? ഈ 2 ചാപ്രി വാണങ്ങൾ ഇറങ്ങി ഓടി. केरला से 26 विक्टिम केरला स्टोरी 1 के वक्त ले आए थे, उसका वीडियो आज भी यूट्यूब पे अवेलेबल है. കേരള സ്റ്റോറി ഫസ്റ്റിലെ ഈ പറഞ്ഞ 32,000 ആൾക്കാരുടെ ഒക്കെ ഈ ഫോട്ടോസും അതല്ലെങ്കിൽ ഡീറ്റെയിൽസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ അത് പോയി കണ്ടോളൂ എന്നാ പറഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെ സംഭവം ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ 32,000 വെട്ടി 3 ആക്കിയതും നമുക്ക് എല്ലാവർക്കും അറിയാം. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അപ്പൊ പിന്നെ ഇവന്റെ ഒക്കെ ഉള്ളിലെ കുത്തിക്കഴപ്പ് എന്താണെന്നുള്ളത് ചിന്തിച്ചാൽ മതി. One more question. Sir. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.